ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. എന്ത് സിറ്റുവേഷൻ ഉള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ റിസനേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പൈൽ സെലക്ട് ചെയ്യാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും ദേഷ്യമോ വാശിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾക്കിപ്പോൾ ആവശ്യമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഓക്കെ, സോ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 7 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ, അതേപോലെ തന്നെ പേജ് ഓഫ് കപ്പ്, 7 ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്, 4 ഓഫ് കപ്സ്, 2 ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക്, കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഓർമ്മകളുമാണ് ഈ പേഴ്സണ് നിങ്ങളെ പറ്റിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി ഒരുപാട് ചോയ്സസ് ഉണ്ട്. നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പേഴ്സണെ കല്യാണം കഴിക്കുക, മേ ബി ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്നാലും നിങ്ങളെ പറ്റിയിട്ട് നല്ല കാര്യങ്ങളാണ് ആളുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ വഴക്കോ വാക്ക് തർക്കങ്ങളോ ബ്രേക്ക് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടും ഈ ഒരു പേഴ്സണായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളവർക്ക് പോലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൊരു ദേഷ്യമോ വാശിയോ അങ്ങനെ ഒരു റിവെഞ്ച് മൈൻഡായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. മേ ബി സിറ്റുവേഷൻ കാരണം പല പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കണക്ഷനിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഈ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഒരു മണി മൈൻഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഓക്കെ ആകണം, ഒരു സ്റ്റെബിലിറ്റി വേണം എന്നൊരു ചിന്തയിലാണ്. അടുത്ത സമയത്തായിട്ട് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പുതിയൊരു ജോലി നോക്കുകയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നൊരു ചിന്താഗതിയിലാണ്. അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെ. ഓക്കെ, സോ അതിനനുസരിച്ച് ഈ പേഴ്സൻ്റെ കരിയറിലൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുമ്പോഴെല്ലാം ഒരുപാട് സ്നേഹവും ഒരുപാട് മെമ്മറീസും കാര്യങ്ങളും മേ ബി നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പേഴ്സൻ്റെ മനസ്സിൽ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെയാണ് സ്നേഹവും കാര്യങ്ങളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഇല്ല, ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്നും ലൈഫ് ലോങ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സണ് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ നിന്നും പോകരുത്, എപ്പോഴും അവിടെ കാണണം എന്നൊരു ചിന്താഗതി ഉള്ളൊരു വ്യക്തി തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേയധികം നിങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ടായിരുന്നു. അത് മുന്നോട്ടേക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു ട്രിപ്പൊക്കെ പോകാനും ഒരു ബീച്ച് ഏരിയയിലൊക്കെ ട്രാവൽ ചെയ്യാനും അങ്ങനെ ഒരു ട്രാവൽ മൈൻഡ് ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഈ വ്യക്തിക്ക് നിലനിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടോ എവിടെയോ നിങ്ങൾ നോ കോണ്ടാക്റ്റ് പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെ വലിയൊരു കാര്യമാണ് നഷ്ടപ്പെടുന്നത് എന്നൊരു കുറ്റബോധമോ റിഗ്രറ്റോ ആ പേഴ്സൺ ആ സമയത്ത് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു പോസിറ്റീവ് മെസ്സേജാണ് യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് പൈലിൽ തരുന്നത്. വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് 4 ഓഫ് കപ്സും 2 ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് സോഡ്സും. നിങ്ങളുടെ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സൺ ഇപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ആൾ ഒന്നും ഓപ്പണായിട്ട് പറയുന്നില്ല. എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ, എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ആലോചിച്ച് ഈ പേഴ്സണ് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങോട്ടേക്ക് കുറേ ബെഗ് ചെയ്ത് പോയിട്ടും ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ആ സമയത്ത് എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ടുണ്ടായിരിക്കണം എന്നില്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സണ് കൺഫ്യൂഷനാണ്. 2 ഓഫ് സോഡ്സ് ആണ് വിത്ത് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ മിണ്ടുമോ, എന്താകും, എന്തായിരിക്കും തിരിച്ച് റെസ്പോൺസ്,
എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ പേഴ്സണ് ഇപ്പോൾ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിന് ശേഷം ഒരു 1 വീക്കിലൊക്കെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. ഈ പേഴ്സണ് എല്ലാവരെയും സ്നേഹിക്കാനും അല്ലെങ്കിൽ ആ പേഴ്സണെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുള്ളൊരു നല്ലൊരു പേഴ്സണായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു ടോക്സിക് കണക്ഷൻ എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പേഴ്സണെ ഇപ്പോഴും മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട്. ഓക്കെ, സോ പിന്നൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, ഇപ്പോൾ എന്തെങ്കിലും നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുള്ളപ്പോഴാണ് ഈ പേഴ്സണ് എല്ലാ രീതിയിലും ഒരു ഭാഗ്യം അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നത് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങൾ പോയതിന് ശേഷം ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴോ പല കാര്യങ്ങളും ഈ പേഴ്സണൽ ലൈഫിൽ കരിയറിലായിക്കോട്ടെ സാമ്പത്തികപരമായ ഒരു നഷ്ടവും കാര്യങ്ങളും ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും മെൻ്റലി ഓക്കെ ആവാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പക്ഷേ ആൾക്ക് എവിടെയൊക്കെയോ സ്റ്റക്കാണ്. നിങ്ങൾ മിണ്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻഡിക്കിൾ, കിങ് ഓഫ് പെൻഡിക്കിൾ, 6 ഓഫ് സോഡ്സ്, ദ മൂൺ കാർഡ്, നൈറ്റ് ഓഫ് സോഡ്, ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് വാൺസ്, സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഈ ഒരു പേഴ്സണെ പറ്റി പറയുകയാണെങ്കിൽ ക്യാഷ് വേസ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മേ ബി ആ ഒരു സമയത്തായിരിക്കും ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നത് പൈസയ്ക്കപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളായിരുന്നു. എന്തുകൊണ്ടോ നിങ്ങളെ പല രീതിയിൽ അവോയ്ഡ് ചെയ്ത സമയത്ത് അതിനെല്ലാം ഇപ്പോൾ ഒരു റിഗ്രറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായപ്പോൾ നിങ്ങൾ എന്നൊരു പേഴ്സൺ എവിടെയൊക്കെ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ 7 ഓഫ് കപ്സ് ആണ്. അതേപോലെ തന്നെ 3 ഓഫ് പെൻഡിക്കിളും കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ പറ്റിയിട്ട് ഈ പേഴ്സൺ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ നിങ്ങളെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുന്നതോ സോഷ്യൽ മീഡിയ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷനോ നോ കോണ്ടാക്റ്റും സെപ്പറേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാരുമായിട്ട് ഈ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, അറിയാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു. ഈ പേഴ്സൺ ക്യാഷിന് ഭയങ്കര പ്രാധാന്യം ഇന്ന് ഫസ്റ്റ് പൈലും അത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ക്യാഷ് ഉള്ളൊരു പേഴ്സണായിട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടോ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പേഴ്സൻ്റെ മുൻപിൽ. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര നിങ്ങളടുത്ത് തന്നെ തിരിച്ചു വരണമെന്ന് ഈ ഒരു പേഴ്സണ് ആഗ്രഹം തോന്നിയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫുൾ മൂൺ ഡേ കഴിഞ്ഞു അല്ലേ. സോ അതിൻ്റെയൊക്കെ ഒരു മാറ്റമായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഫുൾ മൂൺ ഡേ സമയത്തൊക്കെ തന്നെ മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാർഡ്സിൽ കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് വേറെ ആരുമില്ലാത്ത അല്ലെങ്കിൽ ഫാമിലിയോ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒന്നും മുന്നിൽ പെടാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കടൽ കടന്നൊരു യാത്രയോ കാര്യങ്ങളോ ഒക്കെ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. നിങ്ങളെ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്ത് താമസിക്കണമെന്നാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം. കുറേ പേരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ
രാത്രി സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. മേ ബി രാവിലെ ആകുമ്പോഴത്തേക്കും പിന്നെയും ആ പേഴ്സൺ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ക്യാഷ്, കരിയർ, ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിട്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ രാത്രി സമയമാകുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നൊരവസ്ഥയും കാര്യങ്ങളും, പ്രത്യേകിച്ചും ഫുൾ മൂൺ ഡേയുടെ സമയത്തും എല്ലാം തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരവസ്ഥയും കാര്യങ്ങളും. മേ ബി നിങ്ങൾക്കും ആ ഒരു ടെലിപ്പതി വർക്ക് ആവുന്നുണ്ടായിരിക്കാം. ആൻഡ് ജസ്റ്റിസ് 5 ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. ഒരു 10% അല്ലെങ്കിൽ കുറച്ച് പേരുടെ കേസിൽ ഈ വ്യക്തി ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഡിവോഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. സോ ഇവിടെ കോടതി ബേസ് ചെയ്തിട്ടും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. വേറെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അതെല്ലാം ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്നും, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാണ് ഇതെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഒന്നിക്കണം എന്നൊരാഗ്രഹവും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് എടുക്കണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് വന്നതെല്ലാം പറഞ്ഞ് തീർക്കണം എന്ന ഒരു ആഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നു. അതായത് ഈ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ്. ഓക്കെ, ഇത്രയും നാളും മിണ്ടാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ പോലും റെസ്പോണ്ട് ചെയ്യാത്ത പേഴ്സൺ ഇപ്പോൾ പല മാറ്റങ്ങളും, വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണം എന്നൊരു മൈൻഡ് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. വേറെ ആരെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം നല്ലത് എന്നതും കാണിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. വിത്ത് സ്ട്രെങ്ത് കാർഡുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് 5 ഓഫ് വാൺസും നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസം, 3 ആഴ്ച, 3 മാസമൊക്കെ ഈ ഒരു 3 എന്ന് പറയുന്ന നമ്പർ, 3333 കാണുന്നത് റിലേഷൻഷിപ്പിൽ സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് പല മാറ്റങ്ങളുടെയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുടെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറായിട്ട് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈലിൽ 333 അല്ലെങ്കിൽ 3333 പാറ്റേൺസ് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ ഒരു സ്പിരിച്വൽ വെയിലാവാനുള്ള ഒരു ചാൻസും ഇവിടെയുണ്ട്. ഈ പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു ഹാപ്പി ഫ്യൂച്ചർ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെ പലർക്കും ഇവിടെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.